ഇന്ന് പോലും ഒരു ടീമും ഒരുമിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുന്ന റൺസ് അത്രയും ഒറ്റയ്ക്ക് അടിച്ചെടുത്ത് രാജ്യാന്തര ഏകദിനത്തിൽ ഉയർന്ന സ്കോർ കുറിച്ച ലോക ക്രിക്കറ്റിലെ ഒരേ ഒരു ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ റെക്കോർഡ് പ്രകടനത്തിന് ഇന്നേക്ക് 10 വയസ്സ്. 2014 നവംബറിലെ ശിശുദിനത്തിന്റെ തലേന്നാണ് ലോക ക്രിക്കറ്റിലെ വൻ ശക്തികളിലൊന്നായ ശ്രീലങ്കയെ തീർത്തും കൊച്ചാക്കി കളഞ്ഞ രോഹിത്തിന്റെ ഐതിഹാസിക ഇന്നിംഗ്സിൽ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ പിറന്നത്. 173 പന്തുകളിൽ നിന്നും 9 സിക്സറും 33 ഫോറുകളുമായി 264 റൺസാണ് രോഹിത് അന്ന് അടിച്ചുകൂട്ടിയത്. രോഹിത്തിന്റെ ഇരട്ട സെഞ്ചുറിക്ക് അർദ്ധ സെഞ്ചുറിയുമായി കൂട്ടുനിന്ന ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ചേർന്നതോടെ 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 404 റൺസാണ് അന്ന് ഇന്ത്യ നേടിയെടുത്തത്. മറുപടി ബാറ്റിംഗിൽ ഏഞ്ചലോ മാത്യൂസും ലഹീരോ തിരുമാനയും അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും രോഹിത് ഒറ്റയ്ക്ക് നേടിയ റൺസ് പോലും നേടാനാകാതെ ശ്രീലങ്ക 43 ഓവറിലെ 1-ാം ബോളിൽ 251 പുറത്തായി. ഇന്ത്യൻ വിജയം 153 റൺസിന്. മെല്ലെ തുടങ്ങി പിന്നീട് കത്തിക്കയറിയ ഇന്നിംഗ്സ് ആയിരുന്നു രോഹിത്തിൻ്റെത്. ആദ്യ അർദ്ധശതകം നേടിയത് വെറും 72 പന്തുകളിൽ. ആദ്യ 50 റൺസിലെത്താൻ രോഹിത് റണ്ണെടുക്കാതെ വിട്ടത് 39 പന്തുകളായിരുന്നു. പിന്നീട് ഇന്നിംഗ്സ് മൊത്തമായി റണ്ണെടുക്കാതിരുന്നത് 19 പന്തുകളിൽ മാത്രം. അതായത് 214 റൺസിനിടെ 2, 3, 4 അർദ്ധശതകം എത്തിയത് യഥാക്രമം 28, 25, 26 പന്തുകളിൽ. രോഹിത് 200-ൽ നിന്നും 250 റൺസിലെത്താൻ വേണ്ടി വന്നത് വെറും 15 പന്തുകൾ മാത്രമായിരുന്നു. 2014-ലെ ആ ശിശുദിനത്തിന്റെ തൊട്ടു തലേന്ന് ഈഡൻ ഗാർഡൻസിൽ രോഹിത് ശർമ്മ പൂത്തുലഞ്ഞു. പ്രതിഭയുടെ പത്തായം നിറയെ കരുത്തും ഭാഗ്യവുമായി ഈഡന്റെ കളിത്തട്ടിൽ രോഹിത് ശർമ്മ സ്വന്തമാക്കിയത് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. ശ്രീലങ്കയുടെ ബോളർമാരെ തച്ചു തകർത്ത രോഹിത് 3 വർഷം മുമ്പ് വീരേന്ദർ സേവാഗ് വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 219 റൺസിന്റെ റെക്കോർഡ് മറികടന്നിരുന്നു. ഏകദിനത്തിൽ രോഹിത് ശർമ്മയുടെ 2ാം ഇരട്ട സെഞ്ചുറിയായിരുന്നു അത്. പിന്നീട് ഒരു തവണ കൂടി രോഹിത് 200 കടന്നു, അതും ശ്രീലങ്കയ്ക്കെതിരെ തന്നെ. ഈഡനിൽ ഏകദിന ക്രിക്കറ്റ് ടീമിന് പൊരുതി നോക്കാവുന്ന റൺസ് രോഹിത് ഒറ്റയ്ക്ക് തന്നെ കണ്ടെത്തിയിരുന്നു. തുണയായത് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും. സ്കോർ 59 റൺസ് എത്തിയപ്പോഴേക്കും 2 പേരെ നഷ്ടമായ ഇന്ത്യക്ക് വേണ്ടി രോഹിത്തും കോഹ്ലി സഖ്യവും കൂട്ടിച്ചേർത്ത് 202 റൺസ് എടുത്തു. ആദ്യ 100 റൺസ് പിന്നിടാൻ ഇന്ത്യക്ക് 134 പന്ത് വേണ്ടി വന്നപ്പോൾ 2ാം 100 കടന്നപ്പോൾ 65 പന്തിൽ അദ്ദേഹം 100 സ്വന്തമാക്കി. 200-ൽ നിന്നും 300-ലെത്തിയത് 60 പന്തിൽ മാത്രം. അവസാന 100 നേടിയത് 39 പന്തിൽ. 4 റൺസ് എടുത്ത് നിൽക്കെ ഒരു ക്യാച്ചിൽ നിന്നും രക്ഷപ്പെട്ടതാണ് രോഹിത്. ഇരട്ട സെഞ്ചുറിക്ക് ശേഷവും 2 തവണ രോഹിത് നൽകിയ അവസരം ഫീൽഡർമാർ കൈവിട്ടിരുന്നു. ആദ്യ രക്ഷപ്പെടലോടെ ഓരോ റണ്ണിലും ആത്മവിശ്വാസത്തിന്റെ നേർരൂപമായി വളർന്ന ഈ മുംബൈ താരത്തിന് മുന്നിൽ ഏഞ്ചലോ മാത്യൂസും സംഘവും വെറും കൊച്ചുകുട്ടികളെ പോലെ നിസ്സാരരായി മാറി. 10 ആഴ്ച പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന രോഹിത് ശ്രദ്ധയോടെയാണ് ഈഡനിൽ തുടങ്ങിയത്. രോഹിത്തിനൊപ്പം കോഹ്ലി ചേർന്നതോടെ കളിയുടെ ഗതിയൊന്ന് മാറി. രോഹിത്തിന് പരമാവധി ബാറ്റിംഗ് അവസരത്തിനായി സിംഗിൾ എടുത്ത് കോഹ്ലി മാറിയതും വലിയ ഇന്നിംഗ്സിന് അടിത്തറയായി. മടിച്ച് തുടക്കമിട്ട രോഹിത്തിന്റെ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോഴേക്കും കളിക്കാത്ത ഒരു ഷോട്ടും ബാക്കിയില്ലാത്ത സ്ഥിതിയിലേക്കായി. ഒരു ന്യൂ ജനറേഷൻ ക്രിക്കറ്റർക്ക് ചേർന്നതല്ല രോഹിത് ശർമ്മയുടെ ശരീരഭാഷ. ആരാടാ എന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് കോഹ്ലിയും ധവാനും ജഡേജയും അടക്കമുള്ള സഹതാരങ്ങൾ തിരിച്ചു പറയുമ്പോൾ ഞാനാണേ എന്നായിരിക്കും ഈ മുംബൈ താരത്തിന്റെ മറുപടി. പക്ഷേ ക്രിക്കറ്റ് ബാറ്റ് കയ്യിൽ കിട്ടിയാൽ രോഹിത്തിന് പിന്നെ ധൈര്യമാണ്. പിന്നെ 50ഉം 100ഉം 200ഉം കടന്നുള്ള കുതിപ്പാണ്. അതിനിടയിൽ മീശ പിരിക്കലില്ല, ബാറ്റ് ചുഴറ്റിയുള്ള നൃത്തം വയ്ക്കാറില്ല. കവറിലൂടെയും മിഡ് ഓഫിലൂടെയുമുള്ള മനോഹരമായ സ്ട്രോക്കുകൾ മാത്രം. സ്ഥായിഭാവം സ്വായത്തമാക്കിയതിനാൽ ഇന്ത്യൻ ടീമിൽ തന്റെ തലമുറയിലുള്ള പലർക്കുമുള്ള ഒരു നേട്ടം രോഹിത്തിന് അന്യം നിന്നു. 2011 ലോകകപ്പ് കിരീടം നേടിയ ടീമിൽ ഒരു സ്ഥാനം. ഇടിച്ചു നിൽക്കാൻ അറിയാത്തതിനാൽ പലപ്പോഴും രോഹിത് ടീമിന് പുറത്തായിരുന്നു. ഇടയ്ക്കെപ്പോഴെങ്കിലും ബാറ്റ് കൊണ്ട് നൂഴിന് സ്ഥലമുണ്ടാക്കി കയറുന്ന പോലൊരു ഇടം പിടിക്കൽ. പക്ഷേ അത് തന്നെ രോഹിത്തിന് ധാരാളമായിരുന്നു. ഇതിഹാസ താരങ്ങൾക്ക് മാത്രം പ്രഖ്യാപിക്കാമെന്ന് കരുതിയിരുന്ന 2 ക്രിക്കറ്റ് റെക്കോർഡുകൾ രോഹിത്തിന്റെ പേരിൽ സ്വന്തമായി. ഏകദിനത്തിൽ 3 ഇരട്ട സെഞ്ചുറികളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. അതിലൊന്ന് ഈഡൻ ഗാർഡൻസിൽ നേടിയ ഒരു ടീം ടോട്ടലിനോളം മതിപ്പുള്ള 264 റൺസ്. പൊട്ടിത്തെറിച്ച് കത്തിച്ചാമ്പലാകുന്നതിന് പകരം നീറിപ്പടർന്ന് ജ്വലിക്കുന്നതാണ് രോഹിത്തിന്റെ സ്റ്റൈൽ. ഈഡനിൽ ചെയ്തതും അത് തന്നെയാണ്. നാട്ടിൻപുറത്തെ ക്രിക്കറ്റ് താരങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ ഈ ശരീരത്തിൽ ഇത്ര കളിയുണ്ടോ എന്ന കാര്യം ഓരോ നിമിഷം കഴിയുന്തോറും തോന്നിപ്പോകും. പരിക്ക് മൂലം 2.5 മാസത്തെ വനവാസം കഴിഞ്ഞ്
തിരിച്ചെത്തിയ രോഹിത്തിന്റെ രണ്ടാം പട്ടാഭിഷേകമായിരുന്നു കൊൽക്കത്തയിൽ അന്ന് കണ്ടത്. 173 പന്തിൽ 9 സിക്സും 33 ഫോറും നിറം ചാർത്തിയ തിരിച്ചുവരും.